₹30 വരെ വാൾ സ്റ്റാൻഡ് മുതൽ നമ്മുടെ പേജിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള F1ന്റെ വാൾ ഡെക്കർ വരെ നമ്മൾ ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തതാണ്. ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി നിർത്തിയിട്ട് ജസ്റ്റ് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറിക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ പോലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീസൺ എല്ലാവർക്കും അറിയുന്ന പോലെ റിട്ടേൺസ് ആണ്. പക്ഷെ നമ്മൾ നിർത്താനുള്ള മെയിൻ റീസൺ റിട്ടേൺസ് അല്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു 10 ഓർഡർ വരുന്നുണ്ടെങ്കിൽ ആ 10 ഓർഡറിൽ 8 ഓർഡർ മോസ്റ്റ്ലി ഔട്ട് സൈഡ് കേരള ആയിരിക്കും. സോ നമ്മൾ ഈ ഔട്ട് സൈഡ് കേരള നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി റിട്ടേൺസ് വരും. അത് പക്ഷേ കസ്റ്റമർ റിജക്ട് ചെയ്യണതല്ല, ഇവർ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് തന്നെ കസ്റ്റമറുടെ ഡോർ ലോക്ക്ഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മുടെ സംഭവം തിരിച്ചയക്കണം. ഞാനിത് എൻക്വയറി ചെയ്തപ്പോൾ ഈ കസ്റ്റമേഴ്സിനൊന്നും കോളും പോയിട്ടില്ല, അവരെ വീട്ടിലേക്കും ഇവർ ഡെലിവറി ചെയ്യാൻ പോയിട്ടില്ല. സോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഈ ഒരു ഇഷ്യൂ നമ്മൾ റേസ് ചെയ്ത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ഈ പോസ്റ്റ് മാൻമാരെ കോൺടാക്ട് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. ലൈക്ക് ഇതിനൊരു സൊല്യൂഷൻ അവരുടെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് സൈഡ് കേരള ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ടോട്ടലി നിർത്തി. എന്നാൽ നമ്മൾ കേരളത്തിൽ മാത്രം ഡെലിവറി ആക്കാന്ന് വിചാരിച്ചപ്പോഴാണ് വേറെ പ്രശ്നം. അതായത് നമ്മൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 6 ഓർഡറെങ്കിലും വരണം. അത് കേരളത്തിൽ നിന്ന് മാത്രം വരണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാറിനൊക്കെ നമുക്ക് ഹോൾസെയിൽ തന്നെ ഏകദേശം 300 മുകളിൽ റേറ്റ് വരുന്ന കാറുകളാണ് ഇതൊക്കെ. സോ ഇതൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ പൈസ നിങ്ങൾ പേ ചെയ്യുന്ന നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. പക്ഷേ അത് അങ്ങനെയല്ല. ഈ പൈസ പോകുന്നത് ഇന്ത്യൻ പോസ്റ്റ് അല്ലെങ്കിൽ ഏത് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ സംഭവം പോവുക. അവിടെ നിന്ന് നമുക്ക് ഒരു 6000 അല്ലെങ്കിൽ ഒരു 10,000 അടുത്ത് ആകുമ്പോഴാണ് ഈ ക്യാഷ് റിലീസ് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ പേ ചെയ്യുന്ന ഓരോ 300-400 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. സോ നമുക്ക് അത്രയും ക്യാഷ് ലോക്ക് ആവും. സോ ഈ ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് തീരുമ്പോൾ സ്റ്റോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ടോട്ടലി ബിസിനസ് തന്നെ നമുക്ക് സ്ലോ ആവും. സോ ഇതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 6-7 ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം കുറേ ഓർഡേഴ്സ് വരാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താലും പിന്നീട് ഓർഡർ ക്യാൻസൽ ആവും. സോ മോസ്റ്റ്ലി എല്ലാവരും പ്രീപെയ്ഡ് ചെയ്യാൻ നോക്കുക. ക്യാഷ് ഓൺ ഡെലിവറി എപ്പോഴാണ് റെഡി ആവുന്നത് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. സോ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് ക്യാഷ് ഓൺ ഡെലിവറി നിർത്തിയെന്നുള്ളത്. സോ ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ.